തിരുവനന്തപുരം നഗരസഭയിൽ സിപിഎമ്മിൽ വിമത ഭീഷണി ഒന്നിലധികം വാർഡുകളിലുണ്ട്. വാഴോട്ടുകോണം സിപിഎമ്മിന്റെ സിറ്റിംഗ് വാർഡാണ്. അവിടെയും വിമത സ്ഥാനാർത്ഥിയുണ്ട്. അവിടെ മോഹനൻ, അദ്ദേഹം നേരത്തെ പഞ്ചായത്തിൽ 2 തവണ, വാഴോട്ടുകോണം പഞ്ചായത്തിലും അതുപോലെ തന്നെ വട്ടിയൂർക്കാവ് പഞ്ചായത്തിൽ 2 തവണ അംഗമായിരുന്ന ആളാണ്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. സിപിഎമ്മിന്റെ ഇവിടുത്തെ പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹം ഇപ്പോൾ പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണ്. എന്താണ് ഒരു കാരണം? നമ്മുടെ നേതൃത്വത്തിന്റെ തെറ്റായ പോക്കാണ് നമ്മളെ ഇതിലേക്ക് കൊണ്ടെത്തിച്ചത്. അതായത് നമ്മുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മുതൽ അങ്ങ് ഏരിയ കമ്മിറ്റി വരെയുള്ള അവരുടെ തെറ്റായ, അതിന് മേളിലോട്ട് ഞാൻ പറയുന്നില്ല, അവരുടെ തെറ്റായ നയങ്ങൾ നമ്മളെ ഇവിടെ കൊണ്ടെത്തിക്കാൻ കാരണമായി. എന്താണ് നിങ്ങൾ പ്രാദേശികമായി പറഞ്ഞ ആളെ സ്ഥാനാർത്ഥിയാക്കാത്തുണ്ട്? താങ്കളാണോ സ്ഥാനാർത്ഥിയായതിനോട് ആളുകൾ കണ്ടുവച്ചിരുന്നത്? ജനം എങ്ങനെ കണ്ടിരുന്നു എന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ നേതൃത്വം അതും കൂടെ കാണണമായിരുന്നു. നേതൃത്വത്തിന്റെ ഒരു വീഴ്ചയായിരുന്നു അത്. ചോദിക്കാൻ കാരണം താങ്കൾ ഇവിടെ ഇപ്പം സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കുമെന്നാണ് അറിയുന്നത്. അതുകൊണ്ടാണ് താങ്കളെ തന്നെയായിരുന്നു ജനങ്ങൾ കൂടുതൽ എവിടുന്ന്? നിങ്ങളുടെ പാർട്ടി പ്രാദേശിക പ്രവർത്തകർ താങ്കളെയാണോ പ്രിഫർ ചെയ്തിരുന്നത്? പ്രാദേശിക പ്രവർത്തകരുടെ ഒരു വികാരമായിരുന്നു ഞാൻ, അതെനിക്കറിയാം. അതുകൊണ്ടാണോ ഇങ്ങനെ പാർട്ടി തീരുമാനത്തിനെതിരെ മത്സരിക്കാൻ പോകുന്നത്? ജനത്തിന്റെ ഒരു വികാരം ഞാൻ ഏറ്റെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാൻ പാർട്ടിക്കെതിരെ മത്സരിക്കുന്നില്ല. പാർട്ടി തന്നെയാണ് ഞാനിപ്പം. എന്നെ ഞാനാക്കിയത് എന്റെ പാർട്ടിയാണ്. അത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. പക്ഷേ ചില നേതാക്കളുടെ നമ്മുടെ വഴിപിഴച്ച പോക്ക് എന്ന് തന്നെ പറയാം, അതിന് വശംവദനാകാൻ നമ്മളെ കിട്ടില്ല എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. പാർട്ടി തീരുമാനിച്ചൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു, ജില്ലാ സെക്രട്ടറിയാണ് സ്ഥാനത്തെ പ്രഖ്യാപിച്ചത്. അപ്പൊ അതിനെതിരെ താങ്കൾ ഇവിടെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുമ്പോൾ അത് പാർട്ടി വിരുദ്ധ പ്രവർത്തനമല്ലേ? റിബലായിട്ടല്ലേ കാണാൻ പറ്റുള്ളൂ? ഞാനിപ്പോ പാർട്ടിയിലില്ലെന്ന് വെച്ചോ, അങ്ങനെ അത് മതി. ഞാൻ പാർട്ടിയിലില്ല എന്നാൽ പിന്നെ എനിക്കെന്തോ ആകാമല്ലോ. എന്തായിരുന്നാലും ഞങ്ങളുടെ പാർട്ടിയുടെ നിയമപ്രകാരം എന്നെ പുറത്താക്കപ്പെടും. അതെനിക്ക് ഉറപ്പുണ്ട്. പുറത്താക്കപ്പെടുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം വേറെ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. പുറത്തായാലും ഈ തീരുമാനമായി മുന്നോട്ട് പോകും. പാർട്ടി പ്രവർത്തകരുടെ വലിയ പിന്തുണ താങ്കൾക്കുണ്ടാവും? പാർട്ടി പ്രവർത്തക വികാരമാണ്. ആ വികാരത്തെ ഞാൻ വ്രണപ്പെടുത്തില്ല, എന്തായാലും വ്രണപ്പെടുത്തില്ല എന്നുള്ള ഉറപ്പാണ്. പാർട്ടിയുടെ തീരുമാനം പിഴച്ചുപോയി, അതിനെതിരെയാണ് താങ്കൾ? ഇത് തെറ്റായ പാർട്ടിയുടെ തെറ്റായ രീതികൾ തിരുത്തപ്പെടണം. അതിനുള്ള തിരുത്തൽ ശക്തിയായി ഞങ്ങൾ നിൽക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ ഇതിന്റെ ഒരു ഗുണം കിട്ടാൻ പോകുന്നത് പാർട്ടിയുടെ രാഷ്ട്രീയ എതിരാളികൾക്കല്ലേ? വിരുദ്ധ ഒരിക്കലുമല്ല. ഞാനിവിടെ ഉണ്ടാവും. ഞാനൊരു ഇടതുപക്ഷക്കാരനായിട്ട് തന്നെയാണ്. ഞാൻ കൌൺസിലും ഉണ്ടാവും, ഉറപ്പാണ്. അതിലൊന്നും സിപിഎംകാർക്ക് ജയിക്കേണ്ട വോട്ട് ഇവിടെ കിട്ടുമോ? 2 സിപിഎംകാരല്ലേ, എനിക്ക് ജനത്തിന്റെ വോട്ടുണ്ട്. സിപിഐക്കാരുടെയും സിപിഎമ്മുകാരുടെയും കോൺഗ്രസുകാരുടെയും ബിജെപിക്കാരുടെ എല്ലാം നമ്മുടെ ജനത്തിന്റെ വോട്ട്. അതെ, എന്റെ ജനത്തിന്റെ, ഇവിടത്തെ ഈ വാഴോട്ടുകോണം വാർഡിലെ ജനം എന്ന് പറഞ്ഞാൽ ആ ജനത്തിന്റെ വോട്ട് എനിക്കുണ്ട്. അപ്പൊ പിന്നെ എനിക്ക് പാർട്ടി വോട്ട് വേണ്ട. പാർട്ടി വോട്ടിന്റെ ആവശ്യമില്ലല്ലോ. ഒരു പിന്മാറ്റം ഇല്ല, ഇനി പിന്മാറ്റമില്ല. പിന്മാറ്റത്തിന്റെ ആവശ്യമില്ല. നേതൃത്വം അറിയിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്? നേതൃത്വത്തെ എനിക്ക് അറിയിക്കേണ്ട കാര്യമില്ല. ഞാൻ നേതൃത്വത്തോട് സത്യാവസ്ഥ ബോധ്യപ്പെടുത്തി, ഇവിടെ നടക്കുന്ന വിഷയങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. നേതൃത്വത്തിന് മനസ്സിലാകാത്ത ഒരു സിറ്റുവേഷനിൽ ഇതൊക്കെ നമുക്ക് പോകാൻ വഴിയുള്ളൂ. ഇതിനും കൊട്ടെങ്കിലും തിരുത്താൻ കഴിഞ്ഞാൽ അവർക്ക് നേരായ മാർഗത്തിൽ നമ്മൾ സഹകരണം. ഇല്ലെങ്കിൽ ഈ പ്രസ്ഥാനം ഇവിടെ തകരും. അത് തകർക്കാൻ കഴിയില്ല. വാഴോട്ട് പോകണമെന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്നുള്ള പ്രദേശമൊക്കെ ബിജെപിക്ക് വലിയ സ്വാധീനമുള്ള മേഖലയായി കഴിഞ്ഞു അല്ലേ? അങ്ങനെയല്ലേ? ഇല്ലല്ല, അങ്ങനെയൊന്നുമില്ല. ഇവിടെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞങ്ങള് സിപിഎമ്മിന്റെ ഉറച്ചൊരു കോട്ടയാക്കി നിർത്താൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ വിള്ളൽ വീഴ്ത്താനായിട്ട് ഞങ്ങൾ അനുവദിക്കില്ല. അതാണ് അങ്ങനെ തന്നെയാണ് അദ്ദേഹം പറയുമ്പോൾ. നിങ്ങളൊക്കെ പാർട്ടി പ്രവർത്തകരാണോ? ഞാൻ മുൻ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്. ഈ അടുത്ത കാലത്ത് ഈ സഖാവ് പറഞ്ഞതുപോലെ തന്നെ പാർട്ടിയുടെ തെറ്റായ ഒരു തീരുമാനത്തിന്റെ പ്രകാരം എന്നെ പോലുള്ള പാവപ്പെട്ടവർ ഈ പാർട്ടിയിൽ നിന്ന് വയ്ക്കുന്നത്. ഞങ്ങളുടെ എല്ലാം ഇപ്പം ഒരു പ്രതീക്ഷയും ആവേശവുമാണ് നമ്മുടെ മോഹന സഖാവ്. അദ്ദേഹം ഈ പാർട്ടി ഇവിടെ കെട്ടിപ്പടുക്കാൻ വലിയ രീതിയിലുള്ള പരിശ്രമം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും ബോധ്യപ്പെടാത്ത നേതൃത്വമാണ് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വത്തിന്റെ അദ്ദേഹത്തിന്റെ പ്രശ്നമല്ല. പക്ഷെ ഇവിടെയുള്ള ജനങ്ങളുടെ, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കക്ഷി രാഷ്ട്രീയ വിധേനമുള്ള ജനങ്ങളുടെ വികാരമാണ് സഖാവ് മോഹനൻ. അദ്ദേഹം ഈ കൌൺസിലുണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള ഒരു പോരാട്ടം കൂടിയായിരിക്കും. കാരണം വാഴോട്ടോണത്തിന്റെ മണ്ണിൽ ഉണ്ടാകും. ഇവിടെയുള്ള ജനങ്ങളുടെ പാർട്ടി തിരുത്തുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കാരണം ഈ സ്ഥാനാർത്ഥം ഇതുവരെ നോമിനേഷനൊന്നും ആയിട്ടില്ല. തിരുത്താൻ സാധ്യതയുണ്ടോ പാർട്ടി? പാർട്ടി തിരുത്തിയാൽ കൊള്ളാം. പാർട്ടി തിരുത്താൻ ഒരുപാട് തവണ പലരും ശ്രമിച്ചു. സാധാരണപ്പെട്ടവർ നിരവധി ഈ തീരുമാനം കൈക്കൊള്ളുന്നതിന് വളരെ ദിവസങ്ങൾ മുമ്പേ തന്നെ അതിനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. പക്ഷെ പാർട്ടിയിൽ ഉൾപാർട്ടി ജനാധിപത്യം ഇല്ലാതായി പോവുകയാണ്. ഈ ഉൾപാർട്ടി ജനാധിപത്യം ഇല്ലാതാവുന്നതിന് തന്നെ ധാരാളം പേര് വളരെ ദീർഘകാലം ഈ പാർട്ടിക്ക് വേണ്ടി ചോരയും നീരുമാക്കിയ ഈ സഖാവിനെ
പോലുള്ളവരെ പരിഗണിച്ചില്ലേ പിന്നെ ആരെയാണ് പരിഗണിക്കുന്നത്? നിങ്ങളൊക്കെ CPM ആണോ? CPM ഇപ്പോഴും പ്രവർത്തകർ അനുഭാവികളാണോ അംഗങ്ങളാണോ? നമുക്ക് KV ആണ് വലുത്. ഇവിടെ വാഴോട്ട ജംഗ്ഷനിൽ KV രണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുത്തിട്ടുണ്ട്. വൈസ് പ്രസിഡന്റായിരുന്നു, പഞ്ചായത്ത് മെമ്പറായിരുന്നു പാർട്ടിയിലെ. ഞങ്ങൾ ഇപ്പൊ എനിക്ക് 60 വയസ്സ് പ്രായമുണ്ട്. അതായത് എനിക്കൊരു 10-12 വയസ്സ് മുതൽ CPM-ന്റെ ഒരാളായിട്ട് ഇവിടെ പാർട്ടി വലുതാക്കി കൊണ്ടുവന്ന ഒരാളാണ്. ഇപ്പൊ ഇന്നലെ വന്ന 1-2 വ്യക്തികളുടെ താല്പര്യത്തിന്റെ പേരിലാണ് ഇപ്പൊ ഈ പുള്ളിക്ക് സ്ഥാനാർത്ഥി ഇവിടെ, അതായത് ഓരോ ഗുണ്ട മാഫിയകളെ വളർത്താൻ വേണ്ടി ഇവിടുത്തെ പാർട്ടിക്കാർ സപ്പോർട്ടാണ്. പാർട്ടിയിൽ ഇന്നലെ വന്ന ആളുകൾ സപ്പോർട്ടാണ്. വലിയ പ്രതിഷേധമാണ് പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തുണ്ടാകുന്നത്. കഴിഞ്ഞ ഈ വട്ടിയൂർക്കാവ് ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് വലിയ മുൻതൂക്കമുണ്ടായിരുന്ന ഒരു പഞ്ചായത്തായിരുന്നു. തുടർച്ചയായി 35 വർഷത്തിന്റെ ഭരണത്തിൽ നിന്നും ഇവിടെ പാർട്ടിയെ ചോപ്പിച്ചെടുക്കുന്നതിൽ ഇവിടെ പോലുള്ള സഖാക്കൾക്ക് നിർണായകമായ പങ്കുണ്ട്. കാരണം കോൺഗ്രസിന്റെ ഒരു കുത്തക അവസാനിപ്പിച്ച് ഇവിടെ ഇടതുപക്ഷ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഈ സഖാക്കളുടെ പങ്ക് ഇവിടെ ഇന്ന് ഇവിടെ ഈ പാർട്ടി സ്ഥാനാർത്ഥിയാക്കിയ വ്യക്തി പോലും പാർട്ടിയിലെ 10 വർഷം ഈ പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രം ആ പാർട്ടിയിൽ വന്ന വ്യക്തികളാണ് ഇന്ന് ഞങ്ങളെല്ലാം തഴഞ്ഞിരിക്കുന്നത്. വലിയ വികാരത്തിലാണ് പ്രദേശത്തെ CPM പ്രവർത്തകർ. പാർട്ടി വഴിപിഴച്ചു പോകുന്നു. പാർട്ടി തീരുമാനങ്ങൾക്ക് വിരുദ്ധ അല്ലെങ്കിൽ ഇവിടെ പ്രവർത്തകരുടെ ഭൂരിപക്ഷ തീരുമാനങ്ങൾക്ക് എതിരായി സ്ഥാനാർത്ഥി ഇപ്പോൾ നമുക്കെതിരെയുള്ള ഈ രക്തസാക്ഷി സ്തൂപത്തിൽ ഒരു ചിത്രം വച്ചിട്ടുണ്ട്, ഒരു ഫ്ലക്സ് ബോർഡ് വച്ചിട്ടുണ്ട്. അത് ഇവിടുത്തെ സ്ഥാനാർത്ഥിയാണ് ഷാജി C, 3-ാം വാർഡ് ഷാജി. ഇതാണ് CPM തീരുമാനിച്ച സ്ഥാനാർത്ഥി. ഈ സ്ഥാനാർത്ഥിക്ക് നേരത്തെയും ചില വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഏതായാലും അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ച് പ്രതിഷേധിച്ചാണ് ഇവിടെ ഇപ്പോൾ ഒരു വിമത സ്ഥാനാർത്ഥി, CPM-ന്റെ പ്രധാനപ്പെട്ട പ്രാദേശിക നേതാവ്, 2 തവണ പഞ്ചായത്ത് അംഗം, 1 തവണ വട്ടിയൂർക്കാവ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഒക്കെ ആയിരുന്ന മോഹനൻ മത്സരരംഗത്തിറങ്ങുന്നു. വലിയ പിന്തുണയുണ്ട്. കൌൺസിൽ അദ്ദേഹം ഉണ്ടാകുമെന്ന ഉറപ്പാണ് ഇവിടെ പ്രവർത്തകർ നൽകുന്നത്.